അപ്പോൾ അൺസ്റ്റാമ്പ്ഡ് പാർസലായിട്ട് പോകാനുള്ളതല്ല തീർത്ഥാടനം. തീർത്ഥാടനം എപ്പോഴും നാം നമ്മെ തന്നെ ഒരുക്കിയെടുക്കുകയാണ്. ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത് കല്ലിനെ കാണാനല്ലല്ലോ. നമ്മളവിടെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ചവിട്ടി നിൽക്കുന്നതും കല്ലാണ്, അകത്തിരിക്കുന്ന വിഗ്രഹവും കല്ലാണ്. കല്ലിൽ നിന്നുകൊണ്ട് നമ്മൾ തൊഴുന്നത് വേറൊരു കല്ലിനെയല്ല. ആ തൊഴുന്ന വിഗ്രഹത്തിൽ നമ്മൾ തന്നെ ശക്തി ആരോപിക്കുന്നു. അശ്വമേധ യാഗം നടത്തിയാലുള്ള ഫലമാണ് തീർത്ഥാടനം കൊണ്ട് കിട്ടുക. സർ, ഇപ്പോൾ നമ്മൾ തീർത്ഥാടനങ്ങളെ പറ്റി ഒത്തിരി കേൾക്കുന്നുണ്ട്. ശരിക്കും എന്താണ് തീർത്ഥാടനം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് തീർത്ഥാടനം? അല്ല, കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രസിദ്ധമായ തീർത്ഥാടനം എന്ന് പറയുന്നത് നമ്മൾ ഈ ശിവഗിരി തീർത്ഥാടനമാണ്. പക്ഷേ മഞ്ഞിനക്കര പള്ളിയിലേക്ക് തീർത്ഥാടനം പോകാറുണ്ട്. മറ്റേ എന്താണ്, മലയാറ്റൂർ പള്ളിയിലേക്ക് തീർത്ഥാടനം പോകാറുണ്ട്. അത് ക്രിസ്ത്യാനികളുടെ തീർത്ഥാടനമാണ്. കാശിയിലേക്ക് ഇവിടുന്ന് തീർത്ഥാടനം പോകുന്നു. അവിടെയുള്ളവർ രാമേശ്വരത്തേക്ക് തീർത്ഥാടനം വരുന്നു. അപ്പോൾ ഈ വടക്കര് തെക്കോട്ടും തെക്കര് വടക്കോട്ടും തീർത്ഥാടനം ചെയ്യുന്ന രീതി പണ്ട് മുതലേ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ തീർത്ഥാടനം, എന്താണ് ഈ തീർത്ഥാടനം കൊണ്ടുള്ള മെച്ചം എന്ന് ഉള്ള ചോദ്യം വ്യാസനോട് ധർമ്മപുത്രർ ചോദിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ. അപ്പോൾ അതിന് വ്യാസൻ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അശ്വമേധ യാഗം നടത്തിയാലുള്ള ഫലമാണ് തീർത്ഥാടനം കൊണ്ട് കിട്ടുക. ഫലം എന്താണെന്ന് ചോദിച്ചാൽ അതാണ്. അപ്പോൾ ഈ അശ്വമേധ യാഗം നടത്തണമെന്നുണ്ടെങ്കിൽ സാധാരണ മനുഷ്യർക്ക് സാധിക്കില്ല. അത് രാജാക്കന്മാർക്കേ പറ്റുള്ളൂ. രാജാക്കന്മാർക്ക് വേണം, ഒരുപാട് ആൾ സഹായം വേണം, ഒരുപാട് ധനം വേണം. അങ്ങനെ വലിയ സംരംഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് രാജാക്കന്മാർക്ക് മാത്രം ചെയ്ത് കിട്ടാവുന്ന ഈ ഒരു തീർത്ഥാടനത്തിൻ്റെ ഫലം സാധാരണ മനുഷ്യർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ അശ്വമേധ യാഗത്തിൻ്റെ ഫലം സാധാരണ മനുഷ്യർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് തീർത്ഥാടനങ്ങൾ വെച്ചിരിക്കുന്നത്. ആ തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാദ്യം തന്നെ ഓരോരുത്തരും അവനവനിലേക്കാണ് തീർത്ഥാടനം നടത്തേണ്ടത്. അവൻ്റെ ഭാവം എന്തെന്ന് കണ്ടെത്തുകയും ആ ഭാവത്തിൻ്റെ സമഗ്രതയിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ തീർത്ഥാടനം. നമ്മൾ പുറത്തേക്ക് പോകുന്നത് പോലെ തന്നെ നമ്മുടെ അകത്തേക്ക് നമ്മൾ പോകണം. ഈ അശ്വമേധയാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ധരിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുതിരയെ മറ്റേ അഴിച്ചു വിടുക, എന്നിട്ട് അതിൻ്റെ നവദ്വാരങ്ങളും ബന്ധിപ്പിച്ച് അതിനെ കൊല്ലുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതതിൻ്റെ ഏറ്റവും വൾഗർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അർത്ഥ പരികൽപ്പനയാണ്. കാരണം അതൊരു മെറ്റഫറാണ്, ഒരു ബിംബം, ഒരു കാവ്യബിംബമാണ്. അശ്വമേധം എന്നുള്ളൊരു മെറ്റഫറാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അശ്വം എന്ന് പറഞ്ഞാൽ കുതിരകളാണ്. കുതിരകളുടെ പ്രത്യേകത അതിങ്ങനെ ചാടി ത്രസിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഒന്നും തന്നെ നമ്മുടെ വരുതിയിലും നിയന്ത്രണത്തിലും നിൽക്കുന്നതല്ല. ഒരിക്കലും അത് നിയന്ത്രണത്തിൽ നിൽക്കില്ല. അതിങ്ങനെ ചെതറിത്തെറിച്ച് പോയിക്കൊണ്ടിരിക്കും. കണ്ണ് ആവശ്യമില്ലാത്ത കാഴ്ചകളിലേക്കോ, ചെവി ആവശ്യമില്ലാത്ത കേൾവികളിലേക്കോ, രുചിയും അങ്ങനെ പലതുമായിട്ട് ഇങ്ങനെ ചെതറിത്തെറിച്ച് കുതിര, കടിഞ്ഞാണില്ലാത്ത കുതിരയാണ് ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ അശ്വമേധം എന്ന് പറയുന്നത്. ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്തുന്നതാണ്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്തുന്നതിനുള്ള അനുശീലനമാണ് യഥാർത്ഥത്തിൽ തീർത്ഥാടനം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫിസിക്കൽ ഫോം എന്ന നിലക്കാണ് നമ്മൾ ഈ നടന്നു പോകുന്നതും ദൂരെ പോകുന്നതും ഒക്കെ. അതിനൊക്കെ നമ്മളെ തന്നെ ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന യത്നങ്ങളാണതെല്ലാം. ഇപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ ഓടി പിടഞ്ഞ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തീർത്ഥാടനത്തിൻ്റെ ഫലം കിട്ടും എന്നില്ല. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ അകത്തേക്ക് നോക്കുകയും
നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ച് നിർത്തണം. ആദ്യം മനസ്സിനെ കീഴ്പ്പെടുത്തണം, എന്നിട്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. നേരെ തിരിച്ച് ചെയ്യരുത്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിനെ കീഴ്പ്പെടുത്താത്തുള്ള ഇന്ദ്രിയ നിഗ്രഹം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിധിയിൽ നിൽക്കില്ല. മനസ്സ് ചെറിപ്പോവും. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ നോക്കിയിരിക്കും, പക്ഷെ നമ്മൾ അവിടെ ഉണ്ടാകില്ല. നമ്മൾ ഇപ്പോൾ ക്ലാസ്സുകളിൽ കുട്ടികളിരിക്കുന്നത് അങ്ങനെയാണ്. ക്ലാസ്സുകളിൽ കുട്ടികളിരിക്കുമ്പോൾ വളരെ വിദഗ്ധരാണെന്നുണ്ടെങ്കിൽ കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങാനൊക്കെ ശീലിക്കും. അതാണ് ഒരു വിദ്യാർത്ഥി അവൻ്റെ ഏറ്റവും മികവ് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ണ് തുറന്നിരുന്നിട്ടും ഉറങ്ങുക എന്നുള്ളതാണ്. ഇനി കണ്ണ് തുറന്ന് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പോലും ചെവിയും ഒന്നും ഇവിടെ ഉണ്ടാവില്ല, മനസ്സിങ്ങനെ ചെതറിത്തെറിച്ച് പോകും. പലരും പല സ്ഥലത്ത് മനസ്സിനെ ഏൽപ്പിച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് വരാറുള്ളത്. ചില ബസ് സ്റ്റോപ്പിൽ ഏൽപ്പിച്ചു പോകും, എന്നിട്ടായിരിക്കും ക്ലാസ്സിലേക്ക് വരിക. ചില ഇടനാഴികളിൽ മനസ്സിനെ നിർത്തിയിട്ടാണ് ക്ലാസ്സിലേക്ക് വരിക. അപ്പോൾ ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തിയിട്ട് അതാണ് ശമം എന്ന് പറയുന്നത്. മനസ്സിനെ നിയന്ത്രിക്കണം, അത് കഴിഞ്ഞിട്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മ രൂപമാണ് മനസ്സെന്ന് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമുക്ക് മൈൻഡല്ല. മൈൻഡ് എന്താണെന്ന് ലോകത്താർക്കും ഇന്നുവരെ അറിയില്ല. നമുക്കങ്ങനെയല്ല. നമ്മുടെ കണ്ണിൻ്റെയും കാതിൻ്റെയും ചെവിയുടെയും മൂക്കിൻ്റെയും നാക്കിൻ്റെയും ഒക്കെ സൂക്ഷ്മ രൂപമാണ് ഈ മനസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സുകൊണ്ട് ഒരാളെ തല്ലാൻ കഴിയും, ഒരാളെ ചീത്ത വിളിക്കാൻ കഴിയും, ഒരാളെ സ്നേഹിക്കാൻ കഴിയും, ഒരാളെ നമുക്ക് കെട്ടിപ്പിടിക്കാൻ കഴിയും. എല്ലാം മനസ്സുകൊണ്ട് കഴിയും. പക്ഷേ മനസ്സുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ സൂക്ഷ്മ രൂപത്തിലുള്ള മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ സ്ഥൂല രൂപത്തിലുള്ള ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ പറ്റും. അപ്പം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് നിർത്തുന്നതിനുള്ള അനുശീലനമാണ് എന്ത്? തീർത്ഥാടനം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തീർത്ഥാടനത്തിന് പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്. ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത് കല്ലിനെ കാണാനല്ലല്ലോ. നമ്മളവിടെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ചവിട്ടി നിൽക്കുന്നതും കല്ലാണ്, അകത്തിരിക്കുന്ന വിഗ്രഹവും കല്ലാണ്. കല്ലിൽ നിന്നുകൊണ്ട് നമ്മൾ തൊഴുന്ന വേറൊരു കല്ലിനെയല്ല. ആ തൊഴുന്ന വിഗ്രഹത്തിൽ നമ്മൾ തന്നെ ശക്തി ആരോപിക്കുകയാണ്. നമ്മുടെ ശക്തി നമ്മൾ ആവാഹിച്ചു കൊടുക്കുകയാണ്. ആ നമ്മുടെ ശക്തി നമ്മൾ ആവാഹിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നതല്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ ദേവനിൽ നിന്ന് എടുക്കുന്നു എന്നാണ് സങ്കല്പം. അല്ല, നേരെ തിരിച്ചാണത്. കാരണം നമ്മളവിടെ ചെല്ലുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ നമ്മുടെ എനർജി അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ഒരു എനർജി കളക്റ്റീവായിട്ട് വരുമ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ ചൈതന്യം കൂടി വരുന്നത്. അതാണ് ക്ഷേത്ര ചൈതന്യം കൂടുന്നു എന്ന് പറയുന്നത്. അത് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ എനർജി എല്ലാം കൂടി വരുന്ന സമയത്തൊരു കളക്റ്റീവ് എനർജിയുടെ ഒരു ഫോം വരും. ആ കളക്റ്റീവ് എനർജി വരുന്ന സമയത്താണ് ഇതിന് ശക്തി കിട്ടുക. അപ്പോൾ നമ്മൾ തീർത്ഥാടനത്തിന് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മെ തന്നെ കണ്ടെത്തുകയാണ്, നമ്മെ തന്നെ നിയന്ത്രിക്കുകയാണ്, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുകയാണ്. അങ്ങനെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു മെറ്റഫറാണ് എന്ത്? അശ്വമേധം. നമ്മളൊരു മെറ്റഫർ, അത് കവികൾക്ക് ഇങ്ങനെ ഒരു മെറ്റഫർ ഉപയോഗിക്കേണ്ടി വരും. മെറ്റഫർ ഒരു ഭാഷാരൂപമാണ്. എപ്പോഴും നമ്മളത് ഉപയോഗിക്കുന്നത് നമുക്കതില്ലാതെ നമ്മുടെ ഒരു അനുഭവം ആവിഷ്കരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ അനുഭവത്തെ അതിൻ്റെ സൂക്ഷ്മ സ്ഥൂല ഭാവങ്ങളിൽ ഒരുമിച്ച് ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു മെറ്റഫറാണ് ഈ അശ്വമേധം. അതല്ലാതെ അല്ലെങ്കിൽ നമുക്ക് ചോദിക്കേണ്ടി വരും, വിവേകാനന്ദൻ ചോദിച്ചതൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരും. ഒരു സാധു മൃഗത്തെ അതിൻ്റെ നവദ്വാരങ്ങളും ബന്ധിച്ച് കൊല്ലുന്നതാണ് സ്വർഗത്തിലേക്കുള്ള പാതയെങ്കിൽ നരകത്തിലേക്കുള്ള വഴി ഏതാണെന്ന് പറയാൻ. അതല്ല ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ തിരിച്ചറിയുന്നതാണ്. അപ്പോൾ തീർത്ഥാടനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്ന് മാത്രവുമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള ശക്തിവിശേഷങ്ങളെല്ലാം നമ്മിൽ തന്നെ ഉണ്ട് എന്ന തിരിച്ചറിവ് കൂടിയാണ് തീർത്ഥാടനം. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ഈ രാജാവ് ആകേണ്ടതില്ല. രാജാവാകാതെ തന്നെ നമുക്ക്
അനുഭവത്തിൽ രാജത്വം അനുഭവിക്കാൻ കഴിയുന്നതാണ് തീർത്ഥാടനം. അപ്പോൾ നമ്മൾ രാജാവാകണ്ട. രാജാവ് എന്താണോ ഇതുകൊണ്ട് ഇതെല്ലാം ചെയ്തിട്ട് നേടുന്നത്, അത് മുഴുവൻ നമുക്ക് നമ്മിലേക്ക് നോക്കി നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് നടത്താൻ കഴിയും. അതിനുള്ളൊരു ഫിസിക്കൽ, ഒരു മെറ്റഫറിക് എക്സർസൈസാണ് ഏത്? ഈ തീർത്ഥാടനം. നമ്മൾ നടന്നു പോകുന്നു, നമ്മളതിൻ്റെ ത്യാഗം സഹിക്കാൻ തയ്യാറാകും. അതൊക്കെ നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ഒരുങ്ങി വന്നാലേ നമുക്ക് നടത്താൻ പറ്റൂ. അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണത്. അതല്ലാതെ അവിടെ പോയി കഴിഞ്ഞിട്ട് ഇത് ഇപ്പം നമ്മുടെ എന്താണ് ഈ പാറ്റ അമേരിക്കയിൽ പോകുന്നതെന്ന് കേട്ടിട്ടില്ലേ? പെട്ടി പൂട്ടിയപ്പോൾ അവിടുത്തെ അമേരിക്കക്ക് പോകാൻ വേണ്ടി പെട്ടി പൂട്ടി. അപ്പോൾ ഒരു പാറ്റ അതിനകത്ത് കയറിയിരുന്നു. ഇവൻ അവിടെ പോയി തിരിച്ചു വന്ന് പാറ്റ ഇന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ പാറ്റ അമേരിക്കയിൽ പോയെന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതാണ് പലരും തീർത്ഥാടനം നടത്തുന്നത്. കാരണം ഈ ആന്തരികമായ ഇതിനൊരു മാറ്റം. പാറ്റ അമേരിക്ക കണ്ടില്ല. അമേരിക്കയിൽ അമേരിക്കയിൽ പോയി. അതാണ് പലരുടെയും തീർത്ഥാടനം. എന്താ കാര്യം എന്ന് വെച്ചാൽ തീർത്ഥാടനം നടത്തി വല്ല പ്രയോജനമുണ്ടോ? എന്ത് പ്രയോജനമൊന്നുമില്ല. അവിടെ പോയ രീതിയിൽ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. ഈ പോയ രീതിയിൽ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് അൺസ്റ്റാമ്പ്ഡ് പാർസൽ എന്ന് പറയാം. അൺസ്റ്റാമ്പ്ഡ് പാർസലാകുമ്പോൾ ഒരു ഗുണമുണ്ട്, അവൻ സ്വീകരിക്കില്ല, തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അൺസ്റ്റാമ്പ്ഡ് പാർസലായിട്ട് പോകാനുള്ളതല്ല തീർത്ഥാടനം. തീർത്ഥാടനം എപ്പോഴും നാം നമ്മെ തന്നെ ഒരുക്കിയെടുക്കുകയാണ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ആ ആത്മനിയന്ത്രണം അനുശീലിക്കലാണ് എന്ത്? തീർത്ഥാടനം.